തമിഴ്നാട് കാഞ്ചീപുരം DSP എം ശങ്കർ ഗണേഷിനെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കുന്നതിൽ കാലതാമസം വരുത്തിയതിനാണ് കാഞ്ചീപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ നടപടി. റിമാൻഡ് ചെയ്തതിനു ശേഷം ഉദ്യോഗസ്ഥനെ ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത് നാടകീയ സംഭവ വികാസങ്ങളാണ് കോടതി വളപ്പിൽ അരങ്ങേറിയത്. ഔദ്യോഗിക വാഹനത്തിൽ കയറാതെ പോലീസ് വാഹനത്തിലേക്ക് ഓടിക്കയറിയ DSP രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നാണ് എല്ലാവരും കരുതിയത്. ഈ വാർത്ത കാണാം. ഈ ഒരു വാർത്ത കൂടി കണ്ടുകൊണ്ട് നൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുകയാണ്. ശേഷം സൂപ്പർഫാസ്റ്റ് 100മായി അശ്വതി ചേരും. നമസ്കാരം. പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യവിലോപം നടത്തിയതിന് കോടതിയുടെ അസാധാരണ നടപടി. വിധി പറഞ്ഞതിനു ശേഷം കോടതി വളപ്പിൽ സംഭവിച്ചതാണ് ഈ കണ്ടത്. ഒരു മാസം മുൻപ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് കോടതി DSPയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. കാഞ്ചീപുരത്തെ SC/ST ആക്ട് കേസുകളുടെ വിചാരണയ്ക്കുള്ള പ്രത്യേക കോടതിയാണ് കേസ് പരിഗണിച്ചത്. സെപ്റ്റംബർ 22 വരെ കോടതി DSP എം ശങ്കർ ഗണേഷിനെ കസ്റ്റഡിയിൽ വിട്ടു. ജസ്റ്റിസ് PU ചെമ്മലിന്റേതായിരുന്നു ഉത്തരവ്. അടുത്തുതന്നെയുള്ള ജയിലിലേക്ക് പോകാൻ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാമെന്ന് കോടതി പറഞ്ഞെങ്കിലും ശങ്കർ ഗണേഷ് കാറിൽ കയറാൻ വിസമ്മതിച്ചു. തുടർന്ന് അടുത്തുണ്ടായ മറ്റൊരു പോലീസ് വാഹനത്തിലേക്ക് ഓടിക്കയറി. ഇതാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. DSP ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് കരുതി പോലീസ് ഉദ്യോഗസ്ഥർ പിറകെ ഓടി. പോലീസ് ജീപ്പിൽ DSPയെ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷം സബ് ജയിലിലേക്ക് മാറ്റി. ജൂലൈ 25-ന് വാലാജാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുക്കുന്നതിൽ കാലതാമസം വരുത്തിയത്. താൻ വാങ്ങിയ കേക്കിന്റെ ഒരു ഭാഗം പഴകിയതാണെന്ന് പറഞ്ഞപ്പോൾ ബേക്കറി ഉടമ ആക്രമിച്ചെന്നായിരുന്നു പരാതിക്കാരനായ മുരുകന്റെ പരാതി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസ് നൽകിയെങ്കിലും FIR രജിസ്റ്റർ ചെയ്തില്ല. ഏറെ വൈകി ഓഗസ്റ്റ് 27-നാണ് കേസെടുത്തത്. സ്വമേധയാ കേസെടുത്ത ജില്ലാ കോടതി കേസിൽ അന്വേഷണ ചുമതലയിലുള്ള DSPയായ എം ശങ്കർ ഗണേഷ് കൃത്യമായി അന്വേഷണം നടത്തിയില്ലെന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കേസിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും സമർപ്പിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം DSPയെ റിമാൻഡ് ചെയ്തതിനെതിരെ തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത വിമർശനമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.